بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് ആദ്യമേ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അതിന് സഹായിക്കുകയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള സർവ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന് പിന്നിൽ അൽ ഖാലിഖായ അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശ ലക്ഷ്യങ്ങളും യുക്തിയുമുണ്ട്. ഇവിടെ കാണുന്ന, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ പല ജീവജാലങ്ങളും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കു പിന്നിലും അള്ളാഹുവിന് കൃത്യമായ ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെറുതെയല്ല ഒന്നും സൃഷ്ടിച്ചത്, കളി തമാശ ആയിക്കൊണ്ടതല്ല ഒരു സൃഷ്ടിയെയും സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ അള്ളാഹു അത് നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അൻആമിലെ 73-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ചവനായ അല്ലാഹു അത് ഹഖ്, യാഥാർത്ഥ്യമായി വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഭൂമിയെയും ആകാശങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു പറയാണ്. വീണ്ടും പറഞ്ഞു സൂറത്ത് സ്വാദിലെ 27-ാമത്തെ ആയത്തിൽ, വമാ ഖലഖ്നസ് സമാഅ വൽ അർള. ഭൂമിയെയും ആകാശത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അവ രണ്ടിനിടയിലുള്ളതിനെയും. ബാത്തില, വൃഥാവിലായിക്കൊണ്ട്, വെറുതെയല്ല. അങ്ങനെ പറയുന്ന ധരിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. ദാലിക ലന്നുല്ലദീന കഫറു. ഈ ഭൂമിയെയും ആകാശത്തേക്ക് സൃഷ്ടിച്ചത് വെറുതെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന സത്യനിഷേധികളായ ആളുകളുണ്ട്. ഫവൈലുൻ, അവർക്ക് നാശം തന്നെ. ലില്ലദീന കഫറു മിനന്നാർ, അവർക്ക് ചെന്നു ചേരാനുള്ള സങ്കേതം നരകാഗ്നിയുള്ള, കഠിന കഠോരമുള്ള ശിക്ഷയുള്ള ജഹന്നമുള്ള നരകത്തിലായിരിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്.
വീണ്ടും അല്ലാഹ് പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, ഓ മനുഷ്യരെ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹ് ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ ഖിയാമയിൽ 36-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹ് ആവർത്തിച്ച് നമ്മൾ ഉത്ബോധിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവനെ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്. അതുകൊണ്ട് ഈ ആയത്തുകളെല്ലാം പഠിപ്പിക്കുന്നത്, ഇവിടെ കാണുന്ന ഏത് സൃഷ്ടിജാലങ്ങളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ സൃഷ്ടാവായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു തആലക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ പല കൽപ്പനകളും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. പല വിരോധങ്ങളും ആ ഖുർആനിലൂടെ നമുക്ക് വിരോധിച്ചിട്ടുണ്ട്. ആ കൽപ്പനകളും വിരോധങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മനുഷ്യരായ നാം നമ്മുടെ മേൽ ബാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. 7 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ വിരോധങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യം. 7 കാര്യങ്ങൾ നമ്മൾ അതിൽ അറിഞ്ഞിരിക്കണം. എന്നാലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ഉപേക്ഷിക്കുവാനും കഴിയണമെങ്കിൽ ഈ 7 കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും അതിൻ്റെ ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം. അതിലൊന്നാമത്തതാണ് അൽ ഇൽമു, അറിവ്. കൃത്യമായ അറിവുണ്ടായിരിക്കുക. അള്ളാഹു എന്തൊക്കെയാണോ എന്നോട് കൽപ്പിച്ചതെന്നും അള്ളാഹു എന്തൊക്കെയാണോ എന്നോട് നിന്ന് വിരോധിച്ചതെന്നും ഒഴിവാക്കാൻ പറഞ്ഞതെന്നുമുള്ള അറിവുണ്ടായിരിക്കണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന എന്ന് പറഞ്ഞു. ഒരാൾ ഒരു അറിവ് അന്വേഷിച്ചുകൊണ്ട് അറിവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണെന്നും വിരോധങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? കൃത്യമായ നല്ല അറിവ് ഉണ്ടായിരിക്കണം. ദീൻ പഠിക്കണം എന്നാണ്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞു അൽ ഹുബ്ബ്, അള്ളാഹുവിനോട് അങ്ങേ അറ്റത്ത് ഇഷ്ടമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അത് നടപ്പിൽ വരുത്തുമ്പോൾ മനസ്സിൽ ലവലേശം വെറുപ്പോ അനിഷ്ടമോ കാണിക്കാൻ പാടില്ല എന്നാണ്. കാരണം അള്ളാഹു നമ്മോട് എന്തൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകണം എന്ന് കൽപ്പിച്ചു അതൊക്കെ ഖൈറാണെന്ന്. അതിലെവിടെയും ഒരു ഷർറ്, ഒരു ആപത്ത്, ഒരു തിന്മ, ഒരു അപകടം നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു നമ്മോട് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ അത്ര നിസ്സാരമാണെങ്കിലും ലാഘവമുള്ള കാര്യമാണെങ്കിലും അതടക്കം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാവും. കാരണം അതൊക്കെ ഷർറുകളാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് ഖൈറേ നിശ്ചയിച്ചിട്ടുള്ളൂ. തൻ്റെ സൃഷ്ടികൾക്ക് തിന്മ വരണമെന്നും ആപത്ത് വരണമെന്നും അപകടം പിടിക്കണമെന്നൊന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അവർക്കൊക്കെ ഖൈറുണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളോട് മനസ്സറിഞ്ഞ പൂർണ്ണ ഹൃദയത്തോടുകൂടിയുള്ള ഒരു ഹുബ്ബ് ആ കൽപ്പനകളോട് നമുക്ക് വേണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഈ ഹുബ്ബ് അള്ളാഹുവേ നീ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവർത്തന പ്രാർത്ഥനയായിരുന്നു. അല്ലാഹുവേ, ഞാൻ നിന്നോട് നിന്റെ ഹുബ്ബ്, ഇഷ്ടത്തെ ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെയും ഇഷ്ടത്തെയും. അല്ലാഹുവേ, നിന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിന്റെ കൽപ്പനകളോട് ഇഷ്ടം കാണിച്ച് ജീവിക്കുന്ന കുറെ നിന്റെ ഇഷ്ട ദാസന്മാരുണ്ട്. അവർക്ക് എന്നോടുള്ളൊരു ഇഷ്ടം നീ അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കണേ. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ ഹുബ്ബ് കിട്ടുന്ന എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അത് മനസ്സറിഞ്ഞ് ചെയ്യുവാനുള്ളൊരു വിശാലത എനിക്ക് നീ നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മേൽ ബാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം അൽ അസീമ, ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ അത് ഏറ്റെടുക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അത് ഞാൻ നിർബന്ധമായി ചെയ്യും. ഇന്ന സമയത്ത് ഇന്ന കർമ്മം ചെയ്യാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിലൊരു അഡ്ജസ്റ്റ്മെന്റും ഞാൻ നടത്തൂല. അത് ആ കൃത്യസമയത്തും സന്ദർഭത്തിലും നല്ല രൂപത്തിൽ നിർവഹിക്കുമെന്നുള്ള ആ ഉറച്ച തീരുമാനം, അതാണ് അൽ അസീമ എന്ന് പറഞ്ഞത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അസീമത അല റുഷ്ദ്. അല്ലാഹുവേ, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായ തൻ്റെ ഇടത്തോടു കൂടിയും പക്വതയോടുകൂടിയും പാകതയോടുകൂടിയും ചെയ്യുവാനുള്ളൊരു തൻ്റെ ഇടം, ഒരു കാഴ്ചപ്പാട് റബ്ബേ നീ എനിക്ക് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. നാലാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുമ്പോഴും അവൻ വിരോധിച്ച വിരോധങ്ങൾ ജീവിതത്തിൽ നിന്നും നമ്മൾ ഉപേക്ഷിക്കുമ്പോഴും നമ്മുടെ മേൽ ബാധ്യതയുള്ള നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുവാനും വിരോധിച്ച കാര്യങ്ങൾ അത് കൃത്യമായി ഒഴിവാക്കുവാനുമുള്ളൊരു മനസ്സും എനിക്ക് നൽകണേ എന്ന് പറയണം. അതാണ് നമ്മൾ രാവിലത്തെ ചൊല്ലേണ്ട ദിക്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകമായി ഒരു തവണ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഒറ്റ തവണ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമുള്ള അറിവിനെ നൽകണേ എന്ന്. അറിവുകൾ ധാരാളമുണ്ട്, പക്ഷേ ഈ ഇഹലോകത്തും പരലോകത്തും എനിക്ക് പ്രയോജനമുള്ള, എനിക്ക് ഗുണമുള്ള ഇൽമുകളെ നൽകണേ എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദീനി മജ്ലിസ് വിട്ടുകഴിഞ്ഞാൽ സുദീർഘമായി പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറയുന്നു, അല്ലാഹുമ്മ ലാ തജഅലിദ് ദുനിയ അക്ബറ ഹമ്മിന, ദുനിയാവാകരുത് അല്ലാഹു എൻ്റെ മുഖ്യ ലക്ഷ്യം. വലാ മബ്ലഅ ഇൽമിന, എൻ്റെ അറിവിൻ്റെ മുഖ്യ തോതെന്ന് പറഞ്ഞാൽ ദുനിയാവും അത് നേടിയെടുക്കുവാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ മാർഗങ്ങളുണ്ടോ ആ സൂത്രങ്ങളും അതിൻ്റെ പ്ലാനിങ്ങുകളും പഠിക്കുക, അതിൽ മാത്രം മുഴുകുക, എന്നിട്ട് ദുനിയാവിൻ്റെ ആളായി മാറുക. പരലോകത്തെ മറക്കുന്ന ഒരു അറിവ് അല്ലാഹുവേ നീ എനിക്ക് നൽകരുത് എന്ന് ഒരു മജ്ലിസിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ, പുറത്തു പോകുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ, നല്ല അറിവും വിവേചന ശക്തിയും ഉണ്ടാകുമ്പോഴാണ് ഹറാമും ഹലാലും നോക്കി നമ്മൾ സമ്പാദിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷിക്കുന്ന ഭക്ഷണവും എൻ്റെ മക്കളെ ഭക്ഷിപ്പിക്കുന്ന ഭക്ഷണവും എൻ്റെ ഉപജീവന മാർഗമൊക്കെ വിശിഷ്ടമായിരിക്കണം, പൂർണ്ണമായി നിന്റെ തൃപ്തിയും നിന്റെ റഹ്മത്തും കാരുണ്യവും ചൊരിഞ്ഞതായിരിക്കണം. അങ്ങനത്തെ ഉപജീവനം, അതുപോലെ റിസ്ക് നീ നൽകണേ. വഅമലൻ മുതഖബ്ബല, ഞാൻ എന്ത് സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും നിനക്ക് വേണ്ടി നിർവഹിക്കുന്നുവോ അതെല്ലാം പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്നൊരു അമലായി ചെയ്യുവാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുബ്ഹി നമസ്കാര ശേഷം ചൊല്ലുന്ന
അദ്കാറു സ്വബാഹ്, പ്രഭാതത്തിൽ ചൊല്ലുന്ന ദിക്റുകളിൽ ഒരു തവണ ചൊല്ലിയിരുന്നു. അതിന് അത്ര മഹത്വം, അതുകൊണ്ടാണ് ആ എണ്ണം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അഞ്ചാമത് പറഞ്ഞ ഇഖ്ലാസ് വസ്സവാബ്. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്കളങ്കമായിരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. വസ്സവാബ്, ശരിയുള്ളതായിരിക്കണം, ശരിയായ മാർഗത്തിൽ പഠിച്ചതായിരിക്കണം. ചില ആളുകൾ കർമ്മങ്ങൾ ചെയ്യും, ചിലപ്പം ഇഖ്ലാസ് ഉണ്ടാവില്ല. കുറേ അമലുകൾ ചെയ്യും, പക്ഷേ മനസ്സാന്നിധ്യോടു കൂടിയും അള്ളാഹ്ക്കും വേണ്ടി ആയിരിക്കില്ല ചെയ്യുക. അതാണ് ഇഖ്ലാസ് എന്ന്. മാ ഖാന ലില്ല, അള്ളാഹ്ക്ക് മാത്രം വജ്ഹ്. അതാണ് അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് മാത്രം. സൂറത്തുൽ ഇഖ്ലാസ് കണ്ടില്ലേ? അള്ളാഹ് മാത്രമുള്ളൂ. അള്ളാഹുവിന്റെ ഏകത്വം പഠിപ്പിക്കുന്ന, അള്ളാഹ് ആരാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നിന്റെ റബ്ബ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള മുശ്രിക്കുകൾ ചോദിച്ചു. അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യന്മാരുടെ വർണ്ണനകളും വിശേഷണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട്, മുഹമ്മദേ, നീ പറയുന്ന നിന്റെ റബ്ബിനെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. ആരാണ് നിന്റെ റബ്ബ്? ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുടെ മേന്മകളും പുകഴ്ത്തുകളെല്ലാം നീ കേട്ടു, നീ ഇങ്ങനെ പറഞ്ഞു തരുന്ന നിന്റെ റബ്ബാരാ? അവിടെ ഇറങ്ങി അള്ളാഹുവിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ആർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം ആരാണ് റബ്ബെന്നും ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മുദബ്ബിർ ആരാണെന്നൊക്കെ ആ സൂറത്തിലും ആയത്തിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെല്ലാം പ്രത്യേകതയുണ്ടല്ലോ. അതാരെങ്കിലും മനസ്സറിഞ്ഞ് 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിന് തുല്യമാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന സൂറത്ത് ഒരാൾ 3 തവണ ഓതിയാൽ 30 ജുസ് ഓതിയതിന് പ്രതിഫലമാണ്. അത്രയും പവറുള്ള, ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള സൂറത്താണ്. പക്ഷെ അത് മനസ്സിലാക്കി ചൊല്ലുക. കാരണം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹു ആരാണെന്ന്. അതാണ് പറഞ്ഞത് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന കാര്യം ശരിയായിരിക്കുകയും ആ കാര്യം ചിലപ്പം ഇഖ്ലാസോടുകൂടി ആയിരിക്കില്ല അയാൾ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ മനസ്സാന്നിധ്യം ഉണ്ടാവില്ല, ആത്മാർത്ഥത ഉണ്ടാവില്ല. ആ കർമ്മങ്ങൾ കൊണ്ട് കാര്യമില്ല. അതുപോലെ സവാബ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനനുസരിച്ചായിരിക്കണം. അതാണ് സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ എന്ന് അള്ളാഹ് പറഞ്ഞു. ജീവിതത്തെയും മരണത്തെയും നാം സൃഷ്ടിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ തന്നെയാണ്. അയ്യുക്കും എന്ന് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരാണ്. എന്നിട്ട് അള്ളാഹ് അത് വേർതിരിച്ച് മനസ്സിൽ, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല പണക്കാരൻ ആരാണെന്ന് നോക്കാൻ, സൗന്ദര്യമുള്ളവരാണെന്ന് നോക്കാൻ, നല്ല ആരോഗ്യമുള്ളവനാരാണെന്ന് നോക്കാൻ, നല്ല ബുദ്ധിയുള്ളവരാണ് പരീക്ഷ ഒന്നല്ല പറഞ്ഞില്ല. നിങ്ങളിൽ നിന്ന് അഹ്സനു അമല, ഏറ്റവും നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി സ്വവാബോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ് നോക്കുക. അതാണ് അഹ്സനു അമൽ. അവിടെ അല്ലാഹു വേർതിരിച്ച് പഠിപ്പിച്ചു തന്നു, വെറുതെ ഇട്ടെന്നില്ല. അയ്യുക്കും, മരണത്തെയും ജീവിതത്തെയും നിങ്ങൾ സൃഷ്ടിച്ചു, നിങ്ങളിൽ നിന്ന് ആ മരിക്കുന്ന മുമ്പ് ഏറ്റവും നന്നായി ആരാണ് നല്ല കഴിവുണ്ടാവുന്ന, സാമ്പത്തിക ശേഷി ആരാണ് കോടീശ്വരൻ, ആരാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളവൻ, ആരാണ് ലോകത്തിൻ്റെ നാഥനാവുക, ആരാണ് ഏറ്റവും രാജാവാവുക, ഭരണീയനാവുക എന്നൊന്നല്ല അല്ല പറഞ്ഞത്. സൽക്കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്നവനാണെന്ന് നോക്കാൻ വേണ്ടി. അതുകൊണ്ട് പറഞ്ഞ് 5-ാമത്തെ കാര്യം ഇഖ്ലാസും ഉണ്ടായിരിക്കണം, സവാബുമുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമുക്ക് കൃത്യമായ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ചില കർമ്മങ്ങൾ ചെയ്തു പോയാൽ നമ്മളെ കർമ്മങ്ങൾ ബാത്തിലായി പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ,
നിങ്ങളൊക്കെ നിങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ സ്വതക്കകൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ആ കൊടുക്കുന്ന സമയത്തും കൊടുത്ത ശേഷം ആ എടുത്തു പറയരുത്, ഞാൻ ഇന്ന് അത് ഇത്ര കാശ് ഇത്ര കാര്യം ഇന്നോട് ചെലവാക്കി. അത് പിശാച് പറയാൻ വേണ്ടി നാവും തുമ്പിൽ പല കാരണങ്ങൾ കൊണ്ടുവരും. പറയരുത്. അതല്ല പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ദാനധർമ്മങ്ങൾ അത് എടുത്തു പറയരുത്. കാരണം ലാ തുബ്തിലു, അതെന്തോ നിങ്ങളുടെ സ്വതക്കകൾ ഇല്ലാതെ നിഷ്ഫലമായി പോകും. വൽ അതാ, നിങ്ങൾ ആർക്കാണോ നിങ്ങൾ സ്വതക്ക നൽകിയത്, സക്കാത്ത് കൊടുത്തത്, സഹായിച്ചത്, അവരെ നിങ്ങൾ ഉപദ്രവിക്കാനും പറഞ്ഞ് പാടില്ല. അത് എടുത്തു പറഞ്ഞ് ഇത്ര കാര്യം നിങ്ങൾ നമ്മൾ സഹായിച്ചില്ലേ, അന്നന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന, അദ്ദേഹത്തെ കുത്തിനോവുക്കുന്ന പരിഹാസ വാക്കുകളും നല്ല വാക്കുകളും പറയരുത്. കാരണം നമ്മൾ കൊടുത്ത അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതാണ് പറയുന്നത്, ഇദാലം തുഖ്ലിസ് ഫലാ തതഅബ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നിനക്കൊരു കാര്യം ചെയ്യുന്നതിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ അത് ചെയ്തുകാണ്ട് കഷ്ടപ്പെടണ്ട, വിയർപ്പൊഴിക്കണ്ട, അതിന്റെ കാര്യം പറഞ്ഞിട്ട് ആകെ സങ്കടം പറയണ്ട, ക്ഷീണിക്കണ്ടെന്ന്. അള്ളാന്റെ മാർഗത്തിൽ ദീനീ പ്രബോധന രംഗത്ത് അള്ളാന്റെ വജി ഉദ്ദേശിച്ച് നീ ഇറങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും പല പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് ആ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആളുകളോട് ഓരോന്ന് എണ്ണി പറഞ്ഞ് അതിൻ്റെ കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം നിഷ്ഫലമാക്കി പോകുന്ന, ബാത്തിലാക്കി പോകുന്ന ഒരു സംസാരം നിന്റെ നാവിൽ നിന്ന് വരരുത്. അതുകൊണ്ട് നീ അള്ളാന്റെ മാർഗത്തിൽ അധ്വാനിച്ച് ക്ഷീണിക്കണ്ട എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇഖ്ലാസ് വേണം എല്ലാത്തിലും. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വതക്കകൾ കൊടുത്താലും ധാർമ്മികം നൽകിയാലും സക്കാത്ത് നൽകിയാലൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി. കാരണം അള്ളാഹ് കൊടുത്തതാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. ഓ മനുഷ്യ, നീ എത്ര ചെലവഴിച്ചാലും അത് നിന്നിൽ തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്. അള്ളാഹിന്റെ അടുത്താണ് എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും ഔദാര്യങ്ങളും ഉണ്ടാവുക. അള്ളാഹിന്റെ അടുത്തുള്ള എന്നുണ്ടാവും, നിന്റെ അടുത്ത് തീർന്നു പോകും. അതാണ് ഏഴാമത്തെ കാര്യമെന്ന അസ്സബാത്ത്. അള്ളാഹു അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് സൂറത്തു ആൽ ഇമ്രാൻ നമ്മൾ പഠിപ്പിച്ചു. നിങ്ങൾ ഹിദായത്തിലാണ്, നിങ്ങൾക്ക് ഹിദായത്ത് എന്ന വലിയ സൗഭാഗ്യം, വലിയൊരു നേട്ടം നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ കിട്ടിയെന്ന് മനസ്സിൽ ഇങ്ങനെ പുളകം കൊള്ളണ്ട, മേനി പറയണ്ട. അത് ദീനും മനസ്സും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ചു കൊടുന്നു. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിയ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബേ, നീ എന്നെ ഹിദായത്തിൽ നേർവയിലാക്കിയ ശേഷം എൻ്റെ ഹൃദയത്തെ നീ തെറ്റിക്കരുതേ. നിന്നിൽ നിന്നുള്ള ഔദാര്യം നീ എനിക്ക് ചൊരിഞ്ഞു തരണേ. ഇന്നക അൻതൽ വഹാബ്, നീ അത്യധികം ഔദാര്യം നൽകുന്നവനാണ്. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ ഹിദായത്തിലാണ്, ഞാൻ ഒരിക്കലും തെറ്റിപ്പോവില്ല, ഇനിയൊരു ശിർക്കിലേക്കോ കുഫറിലേക്കോ ബിദ്അത്തിലേക്കോ ഒരു ലവലേശം അങ്ങനെ പോവൂല എന്ന് മനസ്സിൽ ഒരു തവണയും വരാൻ പാടില്ല. കാരണം ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ കയ്യിന്റെ ഉള്ളിലാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളെ അധികരിച്ച പ്രാർത്ഥന എന്തായിരുന്നു എന്ന് ആയിഷ ഉമ്മയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മാറ്റിമറിക്കുന്ന, മനസ്സുകളെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ. നമ്മൾ മരണം വരെ, റൂഹ് തൊണ്ടയിൽ നിന്ന് പുറത്തു പോകുന്നവരെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. കാരണം അവിടെ വരെ പിശാചി നമ്മളെ ഷിർക്കിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകാൻ പരിശ്രമിക്കും. മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ റൂഹ് ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുമ്പോൾ പോലും നമ്മളെ സ്വർഗാവകാശിയാണെങ്കിൽ അതിൽ നിന്നും നമ്മളെ തെറ്റിച്ച് നരകാവകാശിയാക്കാൻ, ഷിർക്കിന്റെ വിശ്വാസങ്ങൾ ഇട്ടുതരാൻ മരണസമയത്ത് പോലും പിശാചി പരിശ്രമിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ളാഹുവെ, മരണസമയത്ത് പിശാചി വന്ന് എന്നെ വസ്വാസാക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടണമെന്ന് നമ്മൾ
ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി അള്ളാഹുവിൻ്റെ വിലക്കുകളും ജീവിതത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ 7 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പരിപൂർണമായ രൂപത്തിൽ അത് ബാധ്യത ഏറ്റെടുത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂ മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യും. കഴിഞ്ഞ ആഴ്ച 2ാമത്തെ ഖുത്ബ നമ്മൾ സൂചിപ്പിച്ചു, നമ്മളിപ്പോൾ ഉള്ളത് മാസം റജബ് മാസമാണെന്നും പവിത്രമായ മാസങ്ങളിൽപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസമെന്നും ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് ഈ 4 മാസങ്ങളാണ് 12 മാസങ്ങളിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയ പവിത്രമാക്കിയ മാസങ്ങൾ. അതിലൊരു മാസമാണ് റജബ് മാസമെന്നും പ്രത്യേകിച്ച് ആ മാസത്തിൽ യുദ്ധങ്ങൾ നിഷിദ്ധമായ മാസമാണ്, കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്, തെറ്റുകളും പാപങ്ങളും സംഭവിക്കുമ്പോൾ മറ്റുള്ള മാസങ്ങളിൽ കിട്ടുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷയും കിട്ടുന്ന മാസമാണ്. പവിത്രമായ മാസങ്ങളിൽ വീഴ്ചകൾ വരുമ്പോൾ അത് വരാതിരിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പ്രത്യേകം ഈ മാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊടുത്ത് നമ്മളെ പഠിപ്പിച്ചു. അതല്ലാത്തൊരു പ്രത്യേകത റജബ് മാസത്തിൽ അള്ളാഹു റസൂല മതത്തിൽ നമുക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു തന്നിട്ടില്ല. റജബിൻ്റെ 27 അന്ന് പ്രത്യേകമായൊരു നോമ്പ്, പ്രത്യേകമായ ദിക്ർ, ദുആ, നമസ്കാരം. ഇന്ന് റജബ് 26. അപ്പോൾ റജബ് 27 പ്രത്യേകമായൊരു നോമ്പ് അനുഷ്ഠിക്കുക, അതിന് പ്രത്യേകമായ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക, സംഘമായിരുന്ന ദിക്റും ദുആവും സംഘടിപ്പിക്കുക. ഇതൊന്നും അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല. ഈ റജബ് മാസത്തിൽ 27 ഈ പ്രത്യേകതയും ഈ ആരാധനാനുഷ്ഠാനങ്ങളും പറയുന്നവരുടെ വാദം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ മുഅ്ജിസത്തുകൾ വെച്ച് ഏറ്റവും അമാനുഷികമായ ഒരു മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് നടന്നത്. അത് സത്യമാണ്. അത് സത്യമാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് കൊണ്ട് തന്നെ അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. 17ാമത്തെ അധ്യായം അൽ ഇസ്രാ സൂറത്തിലെ 1ാമത്തെ ആയത്ത് തന്നെ അതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്, അത് സൂറത്തിന്റെ പേര് തന്നെ ഇസ്രാ എന്നാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാപ്രയാണം നടത്തുക എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ കഴിച്ചു കൂട്ടുന്ന സമയത്ത് അവിടെ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റിക്കൊണ്ട് കിലോമീറ്ററുകളും മാസങ്ങളും സഞ്ചരിക്കേണ്ട ദൂരമുള്ള ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ആകാശത്തിലേക്ക് കൊണ്ടുപോയതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നബിമാരെ കണ്ടു, നബിമാരോട് സംസാരിച്ചു. അതുപോലെ അള്ളാഹുമായുള്ള സംസാരമുണ്ടായി. അവിടെ വെച്ച് മുസ്ലിങ്ങൾക്കും ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമസ്കാരം. 5 വക്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ആദ്യം അത് 50 വക്തായിരുന്നു. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓ മുഹമ്മദ്, താങ്കളുടെ സമൂഹത്തിനും സമുദായത്തിനും 50 വക്ത് ഒരു ദിവസം നമസ്കരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ഷോർട്ടാക്കി തരാൻ പറയും, ലഘൂകരിച്ച് തരാൻ പറയും. അങ്ങനെ അള്ളാഹുവിനോട് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപേക്ഷിക്കുക, അള്ളാഹ് എൻ്റെ സമുദായത്തിന് ഇത് താങ്ങൂല. അങ്ങനെ അള്ളാഹു അത് 5 ആക്കി കുറച്ചു. 5 വക്താണെങ്കിലും 50 വക്ത് നമസ്കരിച്ച പ്രതിഫലമാണ്. അതാണ് നമുക്ക്, അത് പ്രതിഫലമുണ്ട്. 50 വക്ത് നിസ്കരിക്കണ്ട, പക്ഷെ 5 വക്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ 50 വക്ത് നിസ്കരിച്ച പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു വക്ത് നിസ്കരിച്ചാൽ 10 കൂലി എന്ന നിലക്ക് 5 വക്തിന് 50. അപ്പൊ ആ പ്രതിഫലം അവിടെ നിലനിർത്തി, പക്ഷെ വക്താണ് അള്ളാഹു കുറച്ചു. അങ്ങനെയൊക്കെയുള്ള അത്ഭുത സംഭവങ്ങൾ ഉണ്ടായത് അതാണ് മിഅ്റാജ്. പക്ഷേ അത് റജബ് മാസത്തിലാണ് എന്നാണ് പലരുടെയും വാദം. അത് തെറ്റാണ്. അത് വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഒന്നും തന്നെ പഠിപ്പിച്ചു റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നു എന്ന് പ്രബലമായ തെളിവുള്ള ഒരു ഹദീസും ഒരു സംഭവവും പൂർവികന്മാരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അതൊരു ബിദ്അത്താണ്. ശിർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞാൽ ബിദ്അത്താണ്.
പിശാചിന് മനുഷ്യന്മാരെ കൊണ്ട് തിന്മകൾ ചെയ്യിക്കുന്നതിനേക്കാൾ ഇഷ്ടം മനുഷ്യന്മാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നതാണ്? ബിദഅത്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്നൊക്കെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകമായ നമസ്കാരം, അത് പ്രത്യേക സമയം നിശ്ചയിക്കുക, മാസം നിശ്ചയിക്കുക, ദിവസം നിശ്ചയിക്കുക, അതൊന്നും നമ്മളെ മേൽ ബാധ്യതയുള്ള കാര്യം. കാരണം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയവും വർഷവും മാസവും ഒക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഈ ദിവസം അള്ളാന്റെ സൃഷ്ടിയാണ്, മണിക്കൂർ അള്ളാന്റെ സൃഷ്ടിയാണ്, വർഷം അള്ളാന്റെ സൃഷ്ടിയാണ്, ദിവസം അള്ളാന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ ഓരോ സമയത്തും മണിക്കൂറിലും എന്ത് നടക്കണം, എന്ത് ഇബാദത്ത് നടക്കണമെന്ന് അള്ളാഹ് എന്ന് പഠിപ്പിച്ചു തരിക. മനുഷ്യന്മാർക്ക് അവരുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നല്ലതെന്ന് കരുതി ദീനിൽ ഒരു കാര്യം പുതുതായി കൊണ്ടുവരാൻ പറ്റൂല. കാരണം ദീനിൽ ഒരു കാര്യം നിയമമാക്കാനുള്ള പൂർണ്ണ അധികാരം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കാണ്. അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, വേറെ ആർക്കുമില്ല. അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഖണ്ഡിതമായി തെളിവുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഏത് കാര്യം വരുമ്പോഴും അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ, റസൂല് പഠിപ്പിച്ചിട്ടോ ചോദിക്കണത്. അത് സ്വഹീഹായ സനദിലൂടെ ആ കാര്യം വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് എന്ത് നല്ല കാര്യം വന്നാലും നമ്മൾ ചോദിക്കും. ദിക്റല്ലേ, ദുആ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭയങ്കര പവറല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു തുലാസിലും, ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും മറ്റൊരു തുലാസിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാര്യം തുലാസിൽ കനം തൂങ്ങാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അത്ര ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ആകാശഭൂമികളൊക്കെ നിറയുന്ന വലിയ ദിക്റുകളല്ലേ. ഇതൊക്കെയാണ് ആ സമയത്ത് ചൊല്ലണത്. പക്ഷേ പ്രത്യേക സമയത്ത്, പ്രത്യേക ദിവസം, ഇന്ന സമയത്ത് ഇന്ന ദിക്റ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന തെളിവ് വേണം, ദലീല് വേണം. അല്ലെങ്കിൽ അത് ഇസ്ലാമിൽ സ്വീകരിക്കുകയില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റജബ് 27 ഇസ്രാ മിറാജ് നടന്നു എന്നൊരു തെളിവില്ല. അതൊരു പ്രത്യേക ദിക്റ്, ദുആ, അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ശിർക്കും ബിദ്അത്തുകളും ഖുറാഫാത്തുകളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി യഥാർത്ഥ മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂറും അഫ്ഫാറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹുൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا تقبل منا دعاءنا وصلاتنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.